ഒരു വായനക്കാരൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ദ ക്ലാസിക്സ് എന്ന വിഭാഗത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്ന പുസ്തകം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭംഗിയായി വിവരിച്ചിരിക്കുകയാണ്. വിശുദ്ധിയില്ലാത്ത ഭാര്യയോടൊപ്പം കഴിയുന്നവൻ എന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അവനെ ബഹിഷ്കരിക്കുകയും മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ നോവൽ പുത്തൻ വായനാനുഭവം നൽകുന്നു എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഒരു വായനക്കാരൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ദ ക്ലാസിക്സ് എന്ന വിഭാഗത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്ന പുസ്തകം വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന കൃതിയാണ്. 6.5 പതിറ്റാണ്ട് മുൻപ് പിറവിയെടുത്ത ചെമ്മീൻ എന്ന നോവൽ വർത്തമാനകാല സാഹിത്യ ചിന്തകളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത സാഹചര്യവും സാമൂഹ്യ പശ്ചാത്തലവും പ്രണയവും കടലിൻ്റെ മക്കളുടെ ജീവിത വേദാന്തത്തിൻ്റെ കനത്ത മതിൽക്കെട്ടും ഭംഗിയായി വിവരിച്ചിരിക്കുന്ന ചെമ്മീൻ എന്ന കൃതി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ആലപ്പുഴ നീർക്കുന്നത്ത് കടപ്പുറത്ത് നടക്കുന്ന പ്രണയകഥയാണ് ചെമ്മീൻ. മത്സ്യത്തൊഴിലാളിയായ ചെമ്മൻ കുഞ്ഞിൻ്റെ മകൾ കറുത്തമ്മയും ഒരു മുസ്ലിം മത്സ്യവ്യാപാരിയുടെ മകനായ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയം കേരളത്തിലെ തീരപ്രദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭംഗിയായി വിവരിച്ചിരിക്കുകയാണ്. ഒരു വള്ളവും വലയും സ്വന്തമാക്കുക എന്നത് മാത്രമാണ് ചെമ്പൻ കുഞ്ഞിൻ്റെ ജീവിത ലക്ഷ്യം. അതിനായി ചെമ്പൻ കുഞ്ഞ് പരീക്കുട്ടിയുടെ സഹായം തേടുകയാണ്. ചതിവും കളവുമില്ലാത്ത കച്ചവടം എന്ന് പരീക്കുട്ടിയെ വിശ്വസിപ്പിച്ച് ചെമ്പൻ കുഞ്ഞ് വള്ളവും വലയും സ്വന്തമാക്കുകയാണ്. ഇതിനിടയിൽ ചെമ്പൻ കുഞ്ഞിൻ്റെ സുന്ദരിയായ മകൾ കറുത്തമ്മയും പരീക്കുട്ടിയും പരസ്പരം സ്നേഹത്തിലാകുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ കറുത്തമ്മയുടെ അമ്മ ചക്കി കർശനമായ സാമൂഹിക പാരമ്പര്യത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ അവർ നയിക്കുന്ന ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിസന്ധികളെക്കുറിച്ചും മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ കറുത്തമ്മ പരീക്കുട്ടിയോടുള്ള സ്നേഹം ത്യജിക്കുകയാണ്. ചെമ്പൻ കുഞ്ഞ് മത്സ്യബന്ധനത്തിനിടെ കണ്ടെത്തിയ തൃക്കുന്നപ്പുഴക്കാരനും അനാഥനുമായ പളനിയെക്കൊണ്ട് കറുത്തമ്മയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു. വിശാലമായ കടപ്പുറത്ത് കാമുകിക്ക് വേണ്ടി പാടി ചങ്ക് പൊട്ടിപ്പിടയുന്ന പരീക്കുട്ടി ഒടുവിൽ ചെമ്പൻ കുഞ്ഞിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ പാപ്പരത്വത്തിലേക്ക് വീഴുന്ന കാഴ്ചയും നോവുണർത്തുന്നതാണ്. കറുത്തമ്മ നല്ലൊരു ഭാര്യയും അമ്മയും ആകാൻ ശ്രമിച്ചു. അതിനിടയിലാണ് കറുത്തമ്മയുടെ അമ്മയുടെ മരണം സംഭവിക്കുന്നത്. എന്നാൽ മരണവിവരം കറുത്തമ്മയെ അറിയിക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ആരും അറിയാതെ മരണവിവരം അറിയിക്കാൻ പരീക്കുട്ടി യാത്രയാവുകയാണ്. അസുഖബാധിതയായിരുന്ന ഭാര്യയുടെ മരണശേഷം ചെമ്പൻ കുഞ്ഞ് മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. ചെമ്പൻ കുഞ്ഞിൻ്റെ ഇളയ മകളായ പഞ്ചമി അവളുടെ രണ്ടാനമ്മയുടെ വരവോടെ കറുത്തമ്മയുടെ അടുത്തേക്ക് താമസം മാറുകയും ചെയ്യുന്നു. ഇതിനിടയിൽ പരീക്കുട്ടിയോടുള്ള കറുത്തമ്മയുടെ പഴയ പ്രണയത്തെക്കുറിച്ചുള്ള അപവാദം ഗ്രാമത്തിൽ പരക്കുകയാണ്. കറുത്തമ്മയുടെ അമ്മയുടെ മരണവിവരം അറിയിക്കാൻ പരീക്കുട്ടി തൃക്കുന്നപ്പുഴയിൽ വന്നുപോയത് നാട്ടിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. വിശുദ്ധിയില്ലാത്ത ഭാര്യയോടൊപ്പം കഴിയുന്നവൻ എന്ന് പറഞ്ഞ് പളനിയുടെ സുഹൃത്തുക്കൾ അവനെ ബഹിഷ്കരിക്കുകയും മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കൾ ബഹിഷ്കരിച്ചതിനാൽ ജീവിതം പ്രതിസന്ധിയിലായ പളനി രാത്രിയിൽ കടലിൽ ഒറ്റയ്ക്ക് മത്സ്യബന്ധനത്തിന് പോവുകയാണ്. ആ രാത്രിയിൽ കറുത്തമ്മയും പരീക്കുട്ടിയും വീണ്ടും കണ്ടുമുട്ടുകയും അവരുടെ പ്രണയം തളർക്കുകയും ചെയ്യുകയാണ്. പളനി കടലിൽ ഒറ്റയ്ക്കൊരു വലിയ സ്രാവിനെ ചൂണ്ടയിടുന്നു. അതിനിടയിൽ ഒരു വലിയ ചുഴിയിൽ അകപ്പെടുകയും പളനിയെ കടൽ വിഴുങ്ങുകയും ചെയ്യുന്ന ദാരുണമായ സാഹചര്യം വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുകയാണ്. ചൂണ്ടയ്ക്ക് പോയ പളനി മടങ്ങി വന്നിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടന്ന കറുത്തമ്മയെയും കാണാനില്ല. കറുത്തമ്മയുടെ കുഞ്ഞിനെയും എടുത്ത് അനുജത്തി പഞ്ചമി കടൽക്കരയിലിരുന്ന് കരയുകയാണ്. 2 നാൾ കഴിഞ്ഞ് ആലിംഗനബദ്ധരായ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ശവശരീരങ്ങൾ കടപ്പുറത്ത് അടിഞ്ഞുകയറി. അകലെ ചെറിയഴീക്കൽ കടപ്പുറത്ത് ചൂണ്ട വിഴുങ്ങിയ ഒരു സ്രാവും അടിഞ്ഞുകയറിയെന്ന ദുരന്തപൂർണമായ വിധിയുടെ വേലിയേറ്റം വരച്ചുകാട്ടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഏതു ദൂരത്ത് പോയാലും ഹൃദയം കൊണ്ട് അരികിലേക്ക് പറന്നെത്താൻ വെമ്പിയ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ദുരന്തപൂർണമായ വിധിയുടെ വേലിയേറ്റം ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരവും അപൂർവവുമായ പ്രണയകഥയായി മാറി. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ നോവൽ പുത്തൻ വായനാനുഭവം നൽകുന്നു എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല.